ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലേക്ക് ആവശ്യത്തിലധികം ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നേരിയ ചൂടുവെള്ളമാണ് നമ്മളിത് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, കാരണം ഇതിനധികം ആവശ്യമായിട്ട് വെള്ളം വേണ്ടി വരത്തില്ല. കുറച്ച് നേരം അടച്ചു വയ്ക്കുക, നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ, കുറച്ച് നേരം അടച്ചു വെച്ചായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഓക്കെ, നമുക്കിതൊന്ന് നീളത്തിൽ ആക്കിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇതുപോലെ മടക്കി എടുക്കുക. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് അമർത്തിയിട്ട് പരത്തി കൊടുക്കാം. പൊറോട്ട ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്. മുട്ട പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഈ പൊറോട്ട പരത്തി വെച്ചിരിക്കുന്നതിൻ്റെ മേളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കാം. നല്ല ക്രിസ്പി ആയി വരുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പുറത്തായിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പൊറോട്ട. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.